എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തൊടുകുറിയിൽ നമുക്ക് നമ്മുടെ ചെറുപ്രായത്തിൽ ഏറ്റവും അധികം നമ്മൾ കഴിച്ച് പരിചയമുള്ള 2 മിഠായികളാണ് ഇപ്പോൾ ഇവിടെ തൊടുകുറി ഫലങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ നാരങ്ങ മിഠായിക്ക് ആ പഴയ കാലത്തെ ഡിമാൻഡ് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഈ കപ്പലിൻ്റെ മിഠായിക്ക് അന്ന് ഇന്നും അതിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞിട്ടില്ല. അതിന് ഒന്നാമത്തെ കാരണം അതിൻ്റെ രുചിയാണ്. ഈ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷങ്ങൾക്ക് മുൻപ് ഈ കപ്പലിൻ്റെ മിഠായി എങ്ങനെയാണോ ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിലയുടെ കാര്യത്തിൽ പണ്ട് 20 പൈസയ്ക്ക് ഇതിൻ്റെ ഒരു കട്ടിങ്സ് നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ഥാനത്ത് ഇന്നിപ്പോൾ 2 രൂപ കൊടുക്കണമെന്ന ഒരു വ്യത്യാസം ഈ പറഞ്ഞ വിലയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എന്നാലും ഈ 2 മിഠായികളും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മറക്കാൻ സാധിക്കാത്ത തരത്തിൽ നമ്മുടെ ഓർമ്മയുടെ മണ്ഡലത്തിൽ ഇവ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന മിഠായികളിൽ വെച്ചിട്ട് എനിക്കറിയാവുന്നത് ആകെ ഇതിൽ 5 എണ്ണത്തിൻ്റെ പേര് മാത്രമാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ മിഠായി ഇവിടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളെ ഇത് പെട്ടെന്ന് ആകർഷിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് പരമാവധി കൃത്യതയോടുകൂടി പറയാൻ സാധിക്കുമെന്ന ആ ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ സ്വീറ്റ്സ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ശരി. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2 മിഠായികളിൽ, അതായത് 1-ാം നമ്പർ മിഠായി ആയ നാരങ്ങ മിഠായിയും 2-ാം നമ്പർ മിഠായി കപ്പലിൻ്റെ മിഠായിയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചി അനുസരിച്ച് ഒരു മിഠായി ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾ തൊടുകുറിക്ക് പകരം ന്യൂമറോളജി താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ മിഠായികളോട് ചേർത്ത് എഴുതിയിരിക്കുന്ന നമ്പർ നിങ്ങളുടെ ഇഷ്ട നമ്പറായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ചിത്രം തിരഞ്ഞെടുത്താലും നമ്പർ തിരഞ്ഞെടുത്താലും ശരി, ഫലം ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ചോയ്സ് നിങ്ങൾ ഈ 2 എണ്ണത്തിൽ ഒന്നിൽ ഉറപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തോടും ഈ സമയത്തൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ആ അപേക്ഷ നിങ്ങൾക്ക്, അതായത് അപേക്ഷിക്കാനുള്ള കാര്യം നിങ്ങൾക്ക് ഈ സമയം തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി ചേർക്കാവുന്നതുമാണ്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു നമ്പറോ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു. 1-ാം നമ്പർ ചിത്രമായ നാരങ്ങ മിഠായിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ നാരങ്ങ മിഠായി നിങ്ങളുടെ ഫേവറേറ്റ് മിഠായിയായി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചി വ്യക്തമാക്കുന്നത് നിങ്ങൾ നല്ല കോൺഫിഡൻസ് ഉള്ള വ്യക്തികളാണെന്നാണ്. അതായത് ഒരു കാര്യങ്ങളും പിന്നത്തേക്ക് വെച്ച് താമസിപ്പിക്കുന്ന ആ ഒരു സ്വഭാവ രീതി നിങ്ങൾക്കില്ല. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ ഫലത്തിൽ കാണുന്നുണ്ട്. ഇത് ഈ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്വഭാവ രീതി പല സന്ദർഭങ്ങളിലും ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അപൂർവം ചില സമയങ്ങളിൽ ഈ എടുത്തുചാട്ടം നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കിയ സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോടും ഒന്നും മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങൾക്കില്ല. എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അങ്ങോട്ട് തുറന്ന് സംസാരിക്കും. ഈ പറഞ്ഞ ഇങ്ങനൊരു സ്വഭാവ പ്രകൃതം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഈ പല സ്ഥലങ്ങളിലും ആളുകളുടെ ശത്രുതയ്ക്ക് നിങ്ങൾ ഇരയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യം ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് പറയുകയാണെങ്കിൽ ഇത് ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്കൊരു അഡ്വൈസായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. അതായത് ഈ ഇടയായിട്ട് നിങ്ങളോട് അടുത്തുകൂടിയിരിക്കുന്ന ആരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇത് നിങ്ങളുടെ ജോലി സ്ഥലത്താകട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിലാകട്ടെ, അതുമല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലാകട്ടെ, ഈ പറഞ്ഞ ഇവരിൽ പലരും നിങ്ങളുടെ വളർച്ചയിൽ അസൂയുള്ള ആളുകളാണ് നിങ്ങളോടൊപ്പം ഇപ്പോൾ കൂടിയിരിക്കുന്നത്. വീണ്ടും ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു, എല്ലാവരുമല്ല, ചില ആളുകൾ മാത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അതായത് ഇവരുടെ സമക്ഷത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു കണ്ണ് ഇവരുടെ മേൽ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീടുള്ള സമയങ്ങളിൽ ഇതോർത്ത് പശ്ചാത്താപിക്കേണ്ട അവസരം വരുന്നതല്ല. ഇത് തൊടുകുറി ഫലത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ചില പദ്ധതികൾ, ഇത് ജോലിയെക്കുറിച്ചാകാം,
അല്ലെങ്കിൽ ഒരു വിവാഹത്തെക്കുറിച്ചാകാം, അതുമല്ലെങ്കിൽ ഒരു വസ്തു മേടിക്കുക കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുമാകാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു ഇൻഫർമേഷൻ യാതൊരു കാരണവശാലും ആദ്യം പറഞ്ഞ മറ്റാളുകളുമായിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ 100% നിങ്ങളെ ചതിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൈമാറുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഇത് ഇത്ര പിൻ ചെയ്ത് പറയാൻ കാരണം, അല്ലെങ്കിൽ അവസാന നിമിഷം നിങ്ങൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നടന്നു കിട്ടുന്നതാണ്. പക്ഷേ അതിനൊരു 3 മാസം, അതായത് 90 ദിവസം വരെ സമയമെടുക്കുമെന്നത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ താല്പര്യം പോലെ ഇരിക്കും ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ 90 ദിവസത്തിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത്. നിങ്ങൾ ഈ വളരെയധികം കെയർലെസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഈ 90 ദിവസം എന്നുള്ളത് വീണ്ടും 1 മാസം കൂടി വൈകി അത് 120 ദിവസം വരെ ആകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഈ തൊടുകുറി ഫലപ്രകാരം കാണുന്നത് ഈ പറഞ്ഞ പോലെ 90 ദിവസമാണ്. ഒരു പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാൽ ഈ പറഞ്ഞതുപോലെ 1 മാസം പിന്നോട്ട് വന്ന്, അതായത് 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നടന്നു കിട്ടാനും മതി. അതെല്ലാം നിങ്ങൾക്ക് അതിലുള്ള ആ ഒരു ഉത്സാഹം പോലെ ഇരിക്കും എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അതുപോലെ തന്നെ നിങ്ങളെ തേടി വരുന്ന സൗഭാഗ്യങ്ങളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ലൊരു വിവാഹ ബന്ധം നിങ്ങളെ തേടി വരുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ വളരെ കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നെക്ലസ്, അല്ലെങ്കിൽ വില കൂടിയ ഒരു സാരി, അതുമല്ലെങ്കിൽ വില കൂടിയൊരു മൊബൈൽ ഫോൺ, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സൗഭാഗ്യം നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇതിലേത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഇവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും അവിടുത്തെ ആ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് കിട്ടുന്നതാണ്. ഇത്രയുമാണ് 1-ാം നമ്പർ ചിത്രമായ നാരങ്ങ മിഠായിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് 2-ാമത്തെ ചിത്രമായ കപ്പലണ്ടി മിഠായിയുടെ ചിത്രം, അല്ലെങ്കിൽ അതിന് താഴെ എഴുതിയിരിക്കുന്ന ന്യൂമറിക് നമ്പറായിട്ടുള്ള 2 എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത്, ഈ 2024 ആണ്ട് തീരുന്നത് വരെ ദയവ് ചെയ്ത് നിങ്ങൾ ആർക്കും നിങ്ങൾ കടം കൊടുക്കരുത്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ കൊടുത്ത ആ ഒരു തുക അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത 1% പോലുമില്ല എന്നാണ് നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ ഇവിടെ കാണുന്നത്. ഇതിവിടെ മുൻകൂട്ടി സൂചിപ്പിക്കാൻ കാരണം, പല രൂപത്തിൽ പല ഭാവത്തിൽ നിങ്ങളെ പറ്റിച്ച് പണം വസൂലാക്കാൻ വേണ്ടി നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആളുകൾ ഉറപ്പായിട്ടും വരുന്നതാണ്. ഇതിവിടെ ഇത്ര ശക്തമായിട്ട് ഊന്നി പറയാൻ കാരണം, നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ നിങ്ങൾ പറ്റിക്കപ്പെടാൻ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം തെളിഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അഡ്വൈസ് എന്ന രീതിയിൽ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം അത്രയും വളരെയധികം ജോലി ചെയ്ത് പണം ശമ്പളമായി മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാളിതുവരെ യാതൊന്നും നിങ്ങൾക്ക് സമ്പാദിച്ചു വയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റേതായ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കിപ്പോൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് സംജാതമായിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ വേണ്ട പോലെ സേവ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ പ്രതിസന്ധികളിൽ സങ്കടപ്പെടേണ്ടി വരില്ലെന്ന ആ ഒരു ചിന്ത ഈയിടെയായിട്ട് നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെയാണ് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത്. അതായത് ചില സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നോ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ നിന്നോ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന തൊഴിൽ സ്ഥാപനത്തിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്നോ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സഹായം നിങ്ങളെ തേടി വരുന്നതാണ്. അതിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൂടാതെ മറ്റൊരു ജോലിയും കൂടി പാർട്ട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ തുടർന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഭാഗത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു തന്നുകൊണ്ട് ഇത് നിങ്ങൾ സ്വന്തം എന്നോണം നോക്കി നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞ് നിങ്ങളെ ഏൽപ്പിക്കുന്നതുമായിരിക്കാം. എന്തായാലും ശരി, ജീവിതത്തിൽ ഒരു സുവർണ അവസരം നിങ്ങൾക്ക് ഉടനെ തന്നെ കൈവരാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു ഭാഗ്യം നിങ്ങൾക്ക് വരാനിരിക്കുന്നത്, ഒരു വിദേശ യാത്രാ ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതൊരു പക്ഷേ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതുമാകാം, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നതും ആകാവുന്നതാണ്. എന്തായാലും സ്വദേശം വിട്ട് വിദേശത്തേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് പല സൗഭാഗ്യങ്ങൾക്കും ഇടയാക്കുന്നതാണ്. അങ്ങനെയാണ് നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത്.
ഇനി അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം എപ്പോൾ നടന്നു കിട്ടും എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 1.5 മാസം സമയമെടുക്കും എന്നാണ് കാണുന്നത്. എന്നാൽ ഈ പറഞ്ഞത് നിശ്ചിത സമയം കാത്തിരുന്ന് നേടേണ്ട എന്തെങ്കിലും ഒരു ഭാഗ്യമാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യമാണെങ്കിൽ അതിന് അതിൻ്റേതായ കാലതാമസം എടുക്കുന്നതാണ്. എങ്കിൽ പോലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്നുള്ള ഒരു ദൃഷ്ടാന്തം നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ വന്നു കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസവും ആനന്ദവും തരുന്ന നിമിഷങ്ങളായിരിക്കും സമ്മാനിക്കുക. അതിനി ഈ പറഞ്ഞ പോലെ കേവലം 1.5 മാസം കൂടി നിങ്ങൾ കാത്തിരുന്നാൽ മതിയാകുമെന്നാണ് നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ പറയാനുള്ളത്. ഇത്രയുമാണ് 2-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ തൊടുകുറി ഫലമായിട്ട് ആകെ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ പൂജാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നാളെ മിഥുനമാസം 1-ാം തീയതിയാണ്. പുലർച്ചെ തന്നെ ഉമാമഹേശ്വര പൂജ ആരംഭിക്കുന്നതാണ്. എന്നിട്ട് 11 മണിയോടുകൂടി അവസാനിക്കുന്നതുമാണ്. അതിലേക്ക് ഇപ്പോൾ ഓൾറെഡി പേരും ജന്മനക്ഷത്രവും തന്നിട്ടുള്ളവരെ പരമാവധി എഴുതിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും തരേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.